വലിയ പിന്തുണ അർപ്പിച്ചുകൊണ്ട് ആരാധക വൃന്ദം ദിലീപിന്റെ വീട്ടിലേക്കും ജയിലിലേക്കും എത്തിക്കുന്നു. ദിലീപ് ജാമ്യത്തിലിറങ്ങിയ സമയത്തും ഇത്തരത്തിൽ ദിലീപിനെ സ്വീകരിക്കാൻ വലിയ ആൾക്കൂട്ടമാണ് ഈ ജയിലിന് മുമ്പിലേക്ക് വന്നിരുന്നത്. പക്ഷേ ഈ ദിലീപിനെ കുറ്റക്കാരനാണെന്ന് വിധിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇവിടെ ആരാധകരെത്തിയാൽ അവർ അക്രമാസക്തരാകും, അല്ലെങ്കിൽ അവർ പ്രകോപിതരാകും, എങ്ങനെ പ്രതികരിക്കുമെന്നത് ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പോലീസ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണ ഈ ജില്ലാ കോടതിയിൽ വലിയ തോതിലുള്ള സുരക്ഷയില്ല, പൊതുജനങ്ങൾക്ക് കയറി വരാം, മാധ്യമങ്ങൾക്കും നിയന്ത്രണമില്ല, കയറി വരാം. പക്ഷേ ഇന്നങ്ങനെയല്ല, കൃത്യമായൊരു നിയന്ത്രണം പോലീസ് ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ ഇവിടെ കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. കൃത്യമായി പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ഒരു കമ്മീഷണറുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ അതിലൊരു പ്ലാൻ തയ്യാറാക്കിയിരുന്നു. അപ്പോൾ ഈ മാധ്യമങ്ങൾക്ക് വരെ നിയന്ത്രണമുണ്ട്. നേരത്തെ ഈ കോടതി കോമ്പൗണ്ടിനകത്തേക്ക്, ജില്ലാ കോടതി കോമ്പൗണ്ടിനകത്ത് തന്നെ മറ്റൊരു കോമ്പൗണ്ടിനകത്താണ് പുതിയ കെട്ടിടം നിലനിൽക്കുന്നത്. ഈ പുതിയ കെട്ടിടത്തിനകത്തേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശിക്കാമായിരുന്നു. പക്ഷേ ഇന്ന് ഈ പുതിയ കെട്ടിടത്തിന്റെ കോമ്പൗണ്ടിനകത്ത് ദിലീപ് ഇപ്പോൾ ആലുവയിലെ വീട്ടിൽ നിന്ന് ദിലീപ് കോടതിയിലേക്ക് പുറപ്പെടുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ആലുവയിലെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, ദിലീപ് ആലുവയിലെ വീട്ടിൽ നിന്ന് കോടതിയിലേക്ക് പുറപ്പെടുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. KL-4015 എന്ന ഇന്നോവ കാറിലാണ് അദ്ദേഹം കോടതിയിലേക്ക് പുറപ്പെടുന്നത്. ഇന്നത്തെ ദിവസം ഈ കേസിൽ പ്രതികൾ ഹാജരായിരിക്കണം എന്നത് കോടതിയുടെ നിർദ്ദേശമാണ്. അതുകൊണ്ട് ദിലീപിന് കോടതിയിൽ ഹാജരാകാതിരിക്കാൻ കഴിയില്ല. അതേസമയം ഈ കേസിലെ പരാതിക്കാരിയായ അതിജീവിത, ഇന്ന് സിനിമാ താരം, ഇന്നത്തെ കോടതി നടപടികൾ കേൾക്കാൻ അവിടെ ഉണ്ടാവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അവർ കോടതിയിൽ എത്തേണ്ടതില്ല എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ദിലീപ് കോടതിയിലേക്ക് പുറപ്പെടുകയാണ്. ഇന്നത്തെ ഈ കേസിൽ ദിലീപ് ശിക്ഷാവിധി വരുമ്പോൾ ദിലീപ് കുറ്റക്കാരനെന്ന് കണ്ടെത്തുമോ, അദ്ദേഹത്തിന് ശിക്ഷ വിധിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം. ശരി, നിതിൻ തുടരും. അപ്പോൾ അത്തരത്തിൽ വലിയ തോതിലുള്ള നിയന്ത്രണം മാധ്യമങ്ങൾക്ക് തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാധ്യമങ്ങളെല്ലാം തന്നെ രണ്ട് പ്രധാന ഗേറ്റുകളാണ് ഈ പുതിയ കോടതി പരിസരത്തിനുള്ളത്. അപ്പോൾ ഈ രണ്ട് പ്രധാന ഗേറ്റിനും പുറത്താണ് മാധ്യമങ്ങൾക്ക് നിൽക്കാൻ പോലീസ് അവസരം നൽകിയിരിക്കുന്നത്. അതിനുശേഷം പോലീസിന്റെ വലിയ സുരക്ഷയുണ്ട്. അപ്പോൾ അത്തരത്തിൽ മാധ്യമങ്ങൾക്ക് വളരെ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് സാധാരണ ഇവിടെ ആളുകൾക്ക് വളരെ ഈസിയായി കയറി വരാമായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇവിടെ വരുന്ന ഓരോ ആളുകളും എന്തിനാണ് വരുന്നത്, അല്ലെങ്കിൽ ഏത് കേസിനാണ് വരുന്നത്, ഏത് സമയത്താണ് കേസ് എടുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് കൃത്യമായി ചോദിച്ചറിയുന്നുണ്ട്, അവരോടത് പരിശോധിക്കുന്നു. അതിനുശേഷം ആവശ്യക്കാരെ മാത്രമാണ് പോലീസ് ഈ കോമ്പൗണ്ടിനകത്തേക്ക് കയറ്റിവിടുന്നത്. അത്തരത്തിൽ വലിയ സുരക്ഷ ഇതിന് അകത്ത് ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ആരാധകർ വലിയ തോതിൽ, മുൻപൊക്കെ കണ്ടിട്ടുള്ളതാണ്, ദിലീപിനെ അറസ്റ്റ് ചെയ്തപ്പോഴും ജാമ്യത്തിലിറങ്ങിയപ്പോൾ വലിയ തോതിൽ ആരാധകർ അല്ലെങ്കിൽ ആൾക്കൂട്ടം ദിലീപിനെ കാണാൻ എത്തുന്നതും ദിലീപിനെ പിന്തുണ അർപ്പിക്കാൻ എത്തുന്നതും, ദിലീപിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ ദിവസം ദിലീപിന്റെ വീടിന് പുറത്തെത്തിയ ആരാധകർ വലിയ തോതിൽ പോലീസിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയും പ്രകോപിതരാവുകയും ചെയ്തിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ, ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്, കൃത്യമായ നടപടികൾ പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ കൂടി ഭാഗമായി വലിയ തോതിലുള്ള സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്, കൃത്യമായ നിയന്ത്രണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം ഈ ദിലീപ് കുറ്റക്കാരനാണെന്ന് വിധിച്ചു കഴിഞ്ഞാൽ പിന്നീട് ദിലീപിനെ സബ് ജയിലിലേക്കോ ജില്ലാ ജയിലിലേക്കോ ഒക്കെ മാറ്റുക. അപ്പോൾ അത്തരത്തിൽ ദിലീപ് ജയിലിലുമൊക്കെ തന്നെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു നീക്കം വേണ്ടി വന്നാൽ അവിടെയുമൊക്കെ തന്നെ പോലീസ് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ കൊച്ചി സിറ്റിയിൽ തന്നെ വലിയ തോതിലുള്ള സുരക്ഷാ നിയന്ത്രണങ്ങൾ, പ്രത്യേകിച്ച് ആരാധകരൊക്കെ തന്നെ ഇങ്ങനെ ഇത്തരത്തിൽ കോടതിയിലേക്ക് വന്ന് കോടതിയുടെ പുറത്തുമൊക്കെ കൂടി നിൽക്കാതിരിക്കാനുള്ള വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. നിഷാദ്, ദിലീപ് ഇപ്പോൾ ആലുവയിലെ വീട്ടിൽ നിന്ന് കോടതിയിലേക്ക് പുറപ്പെടുകയാണ്. 11 മണിക്കാണ് കോടതി നടപടികൾ ആരംഭിക്കുന്നത്. ആ സമയത്ത് കോടതിയിൽ ഉണ്ടാകണമെന്നത് കോടതിയുടെ നിഷ്കർഷയാണ്. അതുകൊണ്ട് തന്നെ പ്രതികളെല്ലാവരും കോടതിയിലേക്ക് എത്തുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 11 മണിക്ക് ശിക്ഷാവിധി പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തുകയായിരിക്കും ആദ്യം ചെയ്യുക. ഞാൻ മുസ്തഫയിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. മുസ്തഫ, ഈ കേസിലെ വിധി പ്രസ്താവം വരുമായത് ഞാൻ നേരത്തെ വീണ്ടും ചോദിച്ചതുപോലെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ശിക്ഷാവിധി മറ്റൊരു ദിവസമായിരിക്കുമോ? ഈ ശിക്ഷാവിധിയിന്മേൽ കുറ്റക്കാരെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പരമാവധി എത്ര ശിക്ഷ കൊടുക്കാമെന്ന കാര്യത്തിലുള്ള ഒരു വാദം വേറെയും നടക്കേണ്ടതുണ്ടല്ലോ, അല്ലേ? അത് സൂചിപ്പിച്ചതുപോലെ ഇന്ന് ശിക്ഷാവിധി ഉണ്ടാകില്ല, മറിച്ച് കുറ്റക്കാരാണെന്ന് കണ്ടെത്തുക, കേസിലെ വെർഡിക്റ്റ് മാത്രമാണ് അല്ലെങ്കിൽ ജഡ്ജ്മെന്റ് മാത്രമാണ് ഉണ്ടാവുക. അതിനുശേഷമായിരിക്കും പിന്നീട് ഒരു ദിവസം, അത് നിയമപരമായി തന്നെ അവർക്കുള്ള ഒരു റൈറ്റാണ്. എന്താ വെച്ചാൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ പിന്നീട് അത് എത്രയും വേഗം തന്നെ ഒരു ദിവസം അവർക്ക് പറയാനുള്ളത് കൂടി കേട്ട ശേഷമായിരിക്കും മറ്റു നടപടിയിലേക്ക് പോവുക. അത് നിയമപരമായ ഒരു നടപടിക്രമമാണ്. അത് കൊണ്ട് തന്നെ അങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ അജകുമാർ ഉൾപ്പെടെയുള്ള ആളുകളും അങ്ങനെയാണ് ചില വിവരങ്ങൾ പങ്കുവച്ചത്. സ്വാഭാവികമായും അത് ഇന്നുണ്ടാകില്ല. ഇന്ന് ഈ കേസിൽ 1 മുതൽ 10 വരെയുള്ള പ്രതികളിൽ ആരൊക്കെ ഏതൊക്കെ രൂപത്തിൽ ശിക്ഷിക്കപ്പെടും, ഏതൊക്കെ കുറ്റങ്ങൾ തെളിയിക്കപ്പെടും, ഇതുവരെയുള്ള പ്രോസിക്യൂഷന്റെയും അതോടൊപ്പം തന്നെ ഡിഫൻസിന്റെയും ഒക്കെ വാദങ്ങളിൽ നിന്ന് കോടതി ഒരു കൺക്ലൂഷനിൽ എത്തുക എന്താണ് എന്നതുൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് കോടതിയിൽ ഉണ്ടാവുക. അതിനുശേഷം അത് ഒരുപക്ഷെ വളരെ ചുരുക്കി കുറേയധികം പേജുകളുള്ള 14,000 പേജിലധികം വരുന്ന
ഒരു വലിയ കുറ്റപത്രമാണ്. സ്വാഭാവികമായും അത്രയധികം നീണ്ട ജഡ്ജ്മെന്റ് ആയിരിക്കുമെന്ന് തന്നെ നമ്മളും പ്രതീക്ഷിക്കുന്നുണ്ട്. ഏത് രൂപത്തിൽ ഏതൊക്കെ കുറ്റവാളികളുടെ പൾസർ സുനി 1-ാം പ്രതി ചെയ്ത കുറ്റകൃത്യങ്ങൾ, അതോടൊപ്പം പങ്കുചേർന്ന 6ഉം 7ഉം ഒക്കെയുള്ള പ്രതികൾ, ഗൂഢാലോചന കുറ്റം ഉൾപ്പെടെ ചുമത്തപ്പെട്ട ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികൾ, അതിനുശേഷം ഒളിവിൽ പോകാനും ഒക്കെ കഴിഞ്ഞ 9ഉം 10ഉം ഒക്കെയുള്ള പ്രതികൾ, ഇവരുടെയൊക്കെ പങ്ക് സംശയാതീതമായി തെളിയിക്കപ്പെടാനും അതോടൊപ്പം തന്നെ ആ കുറ്റപത്രത്തിൽ അവരുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇത്രയും വലിയ ഒരു പ്രോസിക്യൂഷൻ കേസ് ഡയറി, ആ കേസിന്റെ മെറിറ്റിലേക്ക് കോടതി കടന്ന് സ്വാഭാവികമായും വലിയ ഒരു ജഡ്ജ്മെന്റ് ആയിരിക്കും. അതിന്റെ ഒരു പ്രസക്ത ഭാഗങ്ങൾ മാത്രം കോടതി വായിച്ച് ബാക്കി പിന്നീട് അപ്ലോഡ് ചെയ്യുക എന്നതുൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കണം. അത് അങ്ങനെ ഉണ്ടാകുമെന്ന് ഒരു സൂചനയുമുണ്ട്. ഒരുപക്ഷെ കോടതിയിൽ, തുറന്ന കോടതിയിൽ ഇന്നുണ്ടാവും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇൻ ക്യാമറ പ്രൊസീഡിംഗ്സ്, തുടക്കത്തിൽ നിഷാദ് സൂചിപ്പിച്ചതുപോലെ ഇൻ ക്യാമറ പ്രൊസീഡിംഗ്സ് ആയി നടന്നുകൊണ്ടിരുന്ന ഒരു വിചാരണ നടപടികൾ അന്തിമഘട്ടത്തിലെത്തുമ്പോൾ ഇന്നിപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഓപ്പൺ കോർട്ടിൽ തന്നെയായിരിക്കും ഈ വിധി വരിക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഓപ്പൺ കോർട്ടിൽ നിന്ന് നമുക്ക് തത്സമയം അത്തരം വിവരങ്ങൾ കൂടി ലഭ്യമാക്കാൻ കഴിയും. അതിനുശേഷം പിന്നീട് അഭിഭാഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു. അതോടുകൂടി ഇതിന്റെ ഒരു 11:30 മണിയോടുകൂടി ഏകദേശ ഒരു ചിത്രം പുറത്തു വരും. എന്താണ് ഈ കേസിൽ ഫൈനൽ ജഡ്ജ്മെന്റ്? ഒരു 7-8 വർഷം നീണ്ടുനിന്ന നിയമ പോരാട്ടത്തിന്റെ അന്തിമഘട്ട നടപടിക്രമങ്ങളിലേക്ക് പോകുമ്പോൾ അതെന്തായിരിക്കും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് ഒരു മണിക്കൂറുകൾ പിന്നിടുമ്പോൾ 1-2 മണിക്കൂറിനകം തന്നെ അത് മനസ്സിലാക്കും. അതിനുശേഷം മറ്റൊരു ദിവസമായിരിക്കും ഇതിന്റെ ശിക്ഷ എന്താണെന്ന് പ്രൊനൗൺസ് ചെയ്യുക. എന്തായാലും ഇന്ന് 10 പേരോടും 1 മുതൽ 10 വരെയുള്ള ദിലീപ് ഉൾപ്പെടെയുള്ള പൾസർ സുനി ഉൾപ്പെടെയുള്ള ശരത്ത് ഉൾപ്പെടെയുള്ള 10-ാം പ്രതി ഉൾപ്പെടെയുള്ള ആളുകൾ കോടതിയിൽ ഹാജരാകും. നേരത്തെ നിഷാദ് പറഞ്ഞതുപോലെ ആലുവയിലെ വീട്ടിൽ നിന്ന് ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. അവർ ഈ കോടതിയിലേക്ക് ഒരു സെക്കൻഡ്, എന്റെ കൂടെ ഇസ്സത്ത് ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ഇസ്സത്ത്, നിങ്ങൾ വണ്ടിയെ ഫോളോ ചെയ്യുകയാണോ? ഇപ്പൊ ദിലീപിന്റെ വണ്ടി എവിടെ എത്തി? എത്ര മണിക്കാണ് ദിലീപിന് അവിടെ കോടതിയിൽ എത്തേണ്ടത്? നിഷാദ്, അല്പസമയത്തിനകം ഇപ്പോൾ ദിലീപ് കോടതിയിൽ എത്തും. ഇപ്പോൾ ഞങ്ങൾ പുളിഞ്ചോട് പാസ് ചെയ്തിരിക്കുകയാണ്. പുളിഞ്ചോട് വരെയാണ് ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത്. കുറച്ചു നേരം മുൻപാണ് ദിലീപ് വീട്ടിൽ നിന്നും ഇറങ്ങുന്നത്. ഇപ്പോൾ പുളിഞ്ചോട് ഭാഗം കഴിഞ്ഞിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം ദിലീപ് കോടതിയിൽ എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിഷാദ്.